ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. സോ നമ്മൾ ഇന്ന് തൊട്ട് ഒരു പുതിയ സീരീസ് പോലത്തെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഓണം എക്സാമൊക്കെയാണ് വരുന്നത് എന്തായാലും സ്റ്റുഡൻസിന്. അപ്പോൾ 10th പഠിക്കുന്നവർക്കും +2 പഠിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു റിവിഷൻ പോലത്തെ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ പേര് വന്നിട്ട് 20 മിനിറ്റ്സ് വിത്ത് അനാമിക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു 20 മിനിറ്റ് സെഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഈ ഒരു ചലഞ്ച് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് ഏത് ലെസനാണ് വേണ്ടത് എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇതാ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ റിവ്യൂ ആൻഡ് അതുപോലെ തന്നെ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു ചീറ്റ് ഷീറ്റ്. ഫസ്റ്റ് തന്നെ നോക്കിയാൽ ഫൗണ്ടേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് കേട്ടോ, ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. ആൻഡ് ഈ ഒരു സാധനം എന്തിലായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക? This is a branch of physics which deals with the study of electric field and electric charges at static conditions. Static എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് ദേ ഇങ്ങനെ ഒരു ചാർജ് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജിനെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ്, ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻ സ്റ്റാറ്റിക് കണ്ടീഷൻ. ഓക്കെ, അതാലോചിക്കുക. ഇനി നമുക്ക് ഏതൊക്കെ വഴിയിലാണ് നമുക്കൊരു 3 മെത്തേഡ്സ് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ചാർജിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 മെത്തേഡ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതിതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റബ്ബിങ്, സെക്കൻഡ് വൺ ഇൻഡക്ഷൻ, തേർഡ് വൺ കണ്ടക്ഷൻ. മൂന്ന് തരത്തിലാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. റബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഫ്രിക്ഷൻ ആണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വിയ ഫിസിക്കൽ ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് ചാർജ് ചെയ്യാണ്. ഒരു ഇതിൽ നിന്നും വേറൊരു സാധനത്തിലേക്ക് ചാർജ് ചെയ്യാണ്. ഓക്കെ, അതെങ്ങനെയാണ് ഈ ഒരു ഫ്രിക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ ഫ്രിക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ 2 സോളിഡ് ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ട്. അത് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഓക്കെ, ഈ 2 ഒബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഒരെണ്ണത്തിൽ നിന്നുള്ള ചാർജ് മറ്റൊരെണ്ണത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ നോ ടച്ച് ആണ്. ഒരു തരത്തിലുള്ള ടച്ചും നമ്മൾ ഈ ഒരു 2 സാധനങ്ങൾ തമ്മിൽ കൊടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, ചാർജ് പോളറൈസേഷൻ വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു എ എന്ന് പറഞ്ഞതിൽ ഫുൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്കായിട്ട് ഞാനൊരു നെഗറ്റീവ് ചാർജ് ഉള്ളൊരു സാധനം കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഈ എയിലുള്ള ചാർജസ്, എയിലുള്ള പോസിറ്റീവ് ചാർജസിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ബിയിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും എയിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ബിയിൽ കംപ്ലീറ്റ് അത്രയും തന്നെ നെഗറ്റീവ് ചാർജസ് എന്തായിട്ടുണ്ട്? പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നതാണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ടച്ച്. അവിടെ നമ്മൾ ടച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഷെയറിങ് എ ചാർജ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് കൊടുത്തിട്ട് നമ്മൾ ചാർജ് ഷെയർ ചെയ്യുക, ഒരെണ്ണത്തിൽ നിന്ന് വേറെ ഒരെണ്ണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഈസി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ എത്ര സ്റ്റാർ വേണമെങ്കിലും ഇടാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഓൾറെഡി അറിയുന്ന 2 ചാർജസ് ആണ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അത് നിങ്ങൾ ആദ്യം പറയണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ പറയുക ദർ ആർ 2 ചാർജ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ്, സെക്കൻഡ് വൺ ഇസ് നെഗറ്റീവ് എന്നുള്ളത് പറയാം. ആൻഡ് അടുത്ത കാര്യം എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുന്നത്? യെസ്, ലൈക്ക് ചാർജസ് റെപ്പൽ ചെയ്യും. ഒരേപോലത്തെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ റെപ്പൽ ചെയ്യും. അല്ല, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അല്ലേ, ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഇങ്ങനെയാണെങ്കിൽ റെപ്പൽ ചെയ്യും.
ഇതാണ് ആ 2 പോയിന്റ്. ഇത് ഓർത്ത് വെക്കാം. ആൻഡ് ബാക്കിയുള്ള മെയിൻ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. നോക്കാം എന്താണ് ക്വാണ്ടൈസേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു, ചാർജിനെയാണ് നമ്മൾ ക്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇൻറ്റു ഇ ആണ്. ഇതിൽ എൻ എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. അത് ഏത് വേണമെങ്കിലും വരാം കേട്ടോ. 1 2 3 എക്സെട്ര എത്ര വേണമെങ്കിലും വരാം. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ എന്താണ്? മാസ്സാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ ക്യൂ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളൂംബാണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളൂംബാണ്. അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജസ് കൂളൂംബ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂംബാണ് എന്നൊന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തും കൂടെ പറയാം, ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി. ഒരു ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അത് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു ഫോർമുല കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലിതേ നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട് 1.602 ഇൻറ്റു 10⁻⁻19 കൂളൂംബ്. ഓക്കെ, ഇനി അടുത്തത് കൺസർവേഷൻ. എന്താണ്? ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് ഓൾവേസ് കൺസേർവ്ഡ്. ഓക്കെ, നമ്മളുടെ ഒരു ബോഡി ഉണ്ട്, അതിനകത്ത് ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. തേർഡ് പോയിന്റ് ആണ് അഡിറ്റിവിറ്റി. ഓക്കെ, എന്താണ് അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം, ഇങ്ങനെ ഒരു സിസ്റ്റം, ഞാനൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. ഈ ഒരു സിസ്റ്റത്തിൽ എന്തുണ്ട്? ഒരു +Q ചാർജ് ഉണ്ട്, ഒരു +3Q ചാർജ് ഉണ്ട്, ഒരു -4Q ചാർജ് ഉണ്ട്. ഇതെല്ലാം പാടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസും, ഒരു സിസ്റ്റത്തിൽ തന്നെ പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. രണ്ടും പാടെ എനിക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനിക്ക് എന്താ വന്നത്? 0 ആണ് വന്നത്. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക, the algebraic sum of the total charge in a system or a body is 0 എന്നുള്ളത് മാത്രം എഴുതാം. അല്ലെങ്കിൽ ചാർജസ് ക്യാൻ ബി ആഡഡ് അൾജിബ്രായിക്കലി എന്നും പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. എന്താണത്? കൂളൂംസ് ലോ. ഓക്കെ, കൂളൂംസ് ലോ ആണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഈ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത്. ഇതിനും എത്ര സ്റ്റാർ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഞാനിതിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എന്താണ് നമ്മുടെ കൂളൂംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിൻറ്റ് ചാർജസ്. ഇതാണ് നമ്മുടെ 2 പോയിന്റ് ചാർജസ്. ഒന്ന് Q1 ആൻഡ് Q2 ഉണ്ട്. ഇതിന് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് R എന്ന് വെച്ചിട്ടുള്ളൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറഞ്ഞു, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്? അട്രാക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അല്ല ഈക്വൽ ആയിട്ടുള്ള ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു? റെപ്പൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫിഗറിൽ ജസ്റ്റ് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നടക്കുന്ന 2 ചാർജസ് നമ്മളെടുത്ത് R ഡിസ്റ്റൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ഈ 2 ചാർജസും തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക, അതാണ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈ 2 ചാർജസിൻ്റെ പ്രോഡക്റ്റിനും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത് കൂളൂംസ് ലോ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരിക്കും എഴുതുക? അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക എന്ന് നോക്കിയാൽ, ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ടാവുക. F എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? എന്തിനായിരുന്നു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ? എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്? യെസ്, ചാർജിൻ്റെ പ്രോഡക്റ്റിന്, Q1 Q2 എന്ന് പറഞ്ഞാൽ 2 ചാർജിൻ്റെ പ്രോഡക്റ്റിന് ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമുക്ക് ഈ ഒരു സൈനിൽ മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു സൈനിൽ മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? F is equal to, ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നൊരു കോൺസ്റ്റൻ്റ് ആണ് K Q1 Q2 by R² എന്ന് കിട്ടും. ഈ കെയുടെ വാല്യൂ ആണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ 1/4πε0 എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടില്ലേ? അതാണ് നമ്മുടെ ഈ ഒരു കെയുടെ വാല്യൂ എന്ന് പറയുന്നത്.
ഇതാണ് കൂലോംസ് ലോ. ആൻഡ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ളത് നോക്കാം. ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വെർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഓക്കെ, ഒരു ചാർജിന് ചുറ്റോറമുള്ള സ്പേസ്, ഇവിടെ എൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിൻ്റെ ചുറ്റോറം ദേ ഇത്രയും സ്പേസ് ഉണ്ട്. ഓക്കെ, സോ ദ സ്പേസ് സറൗണ്ടിങ് എ ചാർജ്, ഈ ക്യൂവിന് ചുറ്റുമുള്ള ആ ഒരു സറൗണ്ട് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ വേറൊരു ഫോഴ്സ് ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ അതിനും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ഫോഴ്സ് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ, ഇത് ചിലപ്പോൾ ഒരു -Q ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ അതിനും അവിടെ എന്ത് ഫീൽ ചെയ്യും? ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ദ സ്പേസ് സറൗണ്ടിങ് എ ചാർജ്, ഒരു ചാർജിന് ചുറ്റുമുള്ള സ്ഥലം, അവിടെ വേറൊരു ചാർജ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനും അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു സ്പേസിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇതെന്താണെടാ? ഫോഴ്സ് ബൈ ചാർജ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളുംബാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പോയിന്റ് ചാർജ് ഫോർമുല എന്ന് പറയുന്നത് Q/r² ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വരിക. E = 1/4πε0 Q/r². ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയേതാ പോസിറ്റീവ് ചാർജ്, ഈ ഒരു സാധനം പഠിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും യൂണിഫോം ഫീൽഡും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും പഠിക്കണം. പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റോറം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അതാണ് ആരോ നമ്മൾ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ആരോ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് പുറത്തേക്ക്, ഔട്ട്വേർഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. സോ എവേ ഫ്രം ദ ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് നോക്കൂ, ടുവാർഡ്സ് ദ ചാർജ് ആണ്. അതാണ് നമ്മൾ ആരോസ് ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? സോ ആ സാധനം പഠിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നല്ല പാരലലായിട്ട് നല്ല ചന്തത്തിൽ കുറച്ച് ലൈൻസ് വരച്ച് വയ്ക്കാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? ഒരു ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. Okay, those are imaginary lines, imaginary straight or curved path ആണ് along which a unit positive charge tends to move in an electric field. Okay, അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നൽകുന്ന ഇമാജിനറി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയോ അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ്. പോസിറ്റീവ് എന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എൻഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? നെഗറ്റീവിലായിരിക്കും. ടാൻജൻറ്റ് ടു ദ ലൈൻ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തിൻ്റെ ഡയറക്ഷനാണ് തരിക? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എനിക്ക് കിട്ടും. ലൈൻ ഓഫ് ഫോഴ്സ് ആർ പാരലൽ ആൻഡ് ഇക്വി ഡിസ്റ്റൻസ് ഇൻ എ യൂണിഫോം ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു യൂണിഫോം ഫീൽഡിൽ എങ്ങനെയായിരിക്കും? പാരലൽ ആൻഡ് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. അതാണ് ദേ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നോക്കാം എന്താണ് ലൈൻസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ഓക്കെ, എന്താണ്? ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ആവില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താ? കൂട്ടിമുട്ടില്ല. ഓക്കെ, ടു ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് വുഡ് ഇംപ്ലൈ 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻ അറ്റ് എ സിംഗിൾ പോയിന്റ് വിച്ച് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ലൈൻസ് എന്താണ്? നെവർ ഇൻ്റർസെക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അടുത്ത നോക്കാം, ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. നോക്കിയേ, +Q ഉണ്ട് -Q ഉണ്ട്. സോ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അതിൻ്റെ ഫോർമുല Q × 2A. സോ ദാറ്റ് ഇസ് P = 2AQ അല്ലെങ്കിൽ 2QA എന്ത് വേണമെങ്കിലും എഴുതാം. 2A ആണ് ഇത് സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ്, Q എന്ന് പറയുന്നത് നമ്മുടെ ചാർജ്. അടുത്തത് നോക്കുക, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ നോക്കുന്നത് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഡെറിവേഷൻ നമ്മൾക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ആക്സിയൽ ലൈനിലാണ്. ഓക്കെ, അപ്പോൾ ഈ +Q ഉണ്ട് അവിടുത്തെ. ഓക്കെ, +Q ഉണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെയായിരിക്കും വരിക? 1/4πε0 Q/r-a². എങ്ങനെയാണ് ആ r-a² വന്നത്? ഇത്രയും ഡിസ്റ്റൻസ് ആണ്, ബാക്കി ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ a കളഞ്ഞു. അപ്പോൾ -Qലാകുമ്പോൾ എന്ത് വരും? ഇവിടം തൊട്ട് ഇത്രയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ഡിസ്റ്റൻസ് വന്നു. അത് കാരണം ഈ 6ൻ്റെ കൂടെ എനിക്ക് എന്തും കൂടെ കൂട്ടണം? ഈ എയും കൂടെ കൂട്ടണം.
അപ്പോൾ മറ്റേ സൈഡിൽ എനിക്ക് ആർ മൈനസ് എ എന്ന് വരും. അപ്പോൾ ഡെറിവേഷൻസ് ഇതിൽ വലിയ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ആക്സിയൽ ലൈനിൻ്റെ ഇക്വേഷൻ ആൻഡ് ഇതാണ് നമ്മളുടെ ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്ന നമ്മളുടെ ഇക്വേഷൻ കേട്ടോ. പിന്നെ ഇതിൽ ഒരു ഹിൻറ്റ് പറയുന്നത് ദ ആക്സിയൽ ഫീൽഡ് ഈസ് 2x സ്ട്രോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ഫീൽഡ്. ഓക്കെ, ഇവിടെ വെറും p/r³ ആണ്, ഇവിടെ 2p/r³ ആണ്. അതാണ് ഇവർ പറഞ്ഞിട്ടുള്ള സംഭവം. ഇനി അടുത്തത് ഡൈപോൾ ഡൈനാമിക്സ് ടോർക്ക്. ഇത് നമ്മളുടെ ഇവിടെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ ആ ഒരു ഡെറിവേഷൻ ചെയ്യാനുള്ള ഫിഗറാണ് ഇതെന്ന് പറയുന്നത്. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് PE sin θ ആണ്. അപ്പോൾ അത് പഠിക്കുക. 2 കേസസ് ഉണ്ട്. അതിൽ കേസ് 1 ആണ് തീറ്റ 0 ആവുന്ന സമയം. ഓക്കെ, ഈ ഒരു sin θ ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ ടോർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, തീറ്റ 0 ഡിഗ്രി ആകുമ്പോഴും 180 ഡിഗ്രി ആകുമ്പോഴും ടോർക്ക് എന്താ വരിക? 0 ആണ് വരിക. പക്ഷേ സൈൻ തീറ്റയിൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ് വരിക? ടോർക്ക് ഏറ്റവും മാക്സിമം ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ്. സൈ എന്ന് വെച്ചിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ത്രൂ എ സർഫസ്. ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ടോട്ടൽ നമ്പർ, എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ടോ അതിൻ്റെ ഒരു ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിസ് ഇസ് ഗോസസ് ലോ. എന്താണ് ഗോസസ് ലോ? അതവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ അതിൻ്റെ ഒരു ടോട്ടൽ നമ്പറാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതേ സർഫസിൻ്റെ തന്നെ ചാർജിൻ്റെ 1/ε0 ടൈംസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ Q/ε0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ 3 അപ്ലിക്കേഷനാണ് വരുന്നത് നമ്മളുടെ ഗോസസ് ലോൻ്റെ. ഫസ്റ്റ് വൺ ആണ് ഇൻഫൈനൈറ്റ് സ്ട്രെയിറ്റ് വയറിൽ, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൽ. അപ്പോൾ ഇതിൽ ആദ്യത്തേന് നമുക്ക് വരുന്നത് ഈ ഒരു സംഭവമാണ്, λ/2πε0r. ഇവിടെ 2πε0 ആണ്. ഇവിടുത്തെ ε0 കാര്യമാക്കണമെന്നില്ല, നിങ്ങൾക്ക് E = λ/2πr എന്ന് മാത്രം എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് σ/2s എന്ന് എടുക്കാം. ഓക്കെ, ε0 എന്ന് എടുക്കണമെന്നില്ല, എസ് എന്ന് എടുക്കാം. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ എടുക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ഒരു ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷനിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ സ്പിരിക്കൽ ഷെല്ലിൽ വരുന്നത്. അതിൽ 3 കേസസ് ആണ് വരിക. ഔട്ട്സൈഡ് ദ ഷെല്ലാവുമ്പോഴേക്കും ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഇൻസൈഡ് ദ സർഫസ് ആകുമ്പോഴത്തേനും എന്തായിരിക്കും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് കാരണമായിരിക്കും അത് ഉണ്ടാവാത്തത്. സർഫസിൽ, ഓൺ ദ സർഫസിലാവുമ്പോൾ എന്താണ്? 2 ആറും ഈക്വൽ ആണ്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് വെറും σ/ε0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ മാസ്റ്റർ ഫോർമുല ഷീറ്റ്. ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് സീരീസ് ഓഫ് 20 minutes with അനാമിക. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നെക്സ്റ്റ് ഏത് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.